കഥയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു ടൂറിസ്റ്റ് ആയ പെണ്ണ് കറങ്ങി നടന്ന് ഒടുക്കം അവളിപ്പോൾ എത്തിയിരിക്കുന്ന ഈ ഒരു സ്ഥലത്തെ ബീച്ചിൽ നീന്തി കളിക്കുന്നതാണ്. പക്ഷെ നീന്തുന്നതിന്റെ ഇടയിൽ അവൾക്ക് എന്തോ ഒരു അപകടം സംഭവിക്കുന്നു. അവൾ നിലവിളിക്കുമ്പോൾ അത് കരയിലിരുന്ന ഒരാൾ കേൾക്കുന്നു. അയാൾ വെള്ളത്തിലേക്ക് ചാടി അവളെ രക്ഷപ്പെടുത്താണ്. എന്തായാലും രക്ഷപ്പെട്ട ആ പെൺകുട്ടി അവളെ രക്ഷിച്ചതിനുള്ള പ്രതിഫലമായി അവളുടെ മുന്നിൽ നിൽക്കുന്ന ആ മനുഷ്യനോട് ഈ റെസ്റ്റോറന്റിൽ നിന്ന് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു കഴിച്ചോ, ഞാൻ ഓർഡർ കൊടുക്കാമെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന അയാൾ അവളോട് മറുപടി പറയുന്നത് അവൾക്ക് മനസ്സിലാവാത്ത മറ്റേ ബാഹുബലിയില് ആ വില്ലന്മാര് സംസാരിക്കുന്ന പോലത്തെ ഒരു ഭാഷയിലാണ്. ഈ ടീം അവിടേക്ക് എത്തുന്ന വെയിട്രസിനോട് ഇയാൾക്ക് എന്താന്ന് വെച്ചാൽ കൊടുക്കുന്ന ആ പെണ്ണ് പറയുന്ന സമയത്താണ് ആ വെയിട്രസ് ഉൾപ്പെടെ ആ റെസ്റ്റോറന്റിലുള്ള എല്ലാവരും അവളിപ്പോൾ രക്ഷിച്ച ഇയാളുടെ മുന്നിൽ വണങ്ങി നിൽക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. ഒപ്പം തന്നെ ഇയാൾ ആ നാട്ടിലെ തന്നെ രാജകുമാരനാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. വലിയ സംഭവമായി എല്ലാവരും ആരാധിക്കുന്ന, കാണാൻ അത്ര വലിയ നിറമൊന്നുമില്ലെങ്കിലും നല്ല സുന്ദരനായ അയാളോട് ഇവൾക്കും ഒരു ആകർഷണം തോന്നുന്നു. ഇവൾ അയാളെ പരിചയപ്പെടുകയും തുടർന്ന് അയാളുടെ കൂടെ കറങ്ങി നടന്ന് അയാളെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഈ പെൺകുട്ടി ഇവിടേക്ക് എത്തിയിട്ട് ഇപ്പോൾ 2 ആഴ്ചയോളം ആയിരിക്കുന്നു. ഒരു ദിവസം അവളെ തിരക്കി അവളുടെ കാമുകൻ എത്താണ്. 2 ദിവസം ട്രിപ്പ് പോയിട്ട് വരാമെന്നും പറഞ്ഞു പോയിട്ട് ഇപ്പൊ 2 ആഴ്ച ആയല്ലോ, വാ ഡിയർ നമുക്ക് പോകാമെന്ന് കാമുകൻ പറയുമ്പോ, സോറി ചേട്ടാ, എന്നോട് ചേട്ടാ ക്ഷമിക്കണം, ചേട്ടൻ എന്നെക്കാളും നല്ല പെണ്ണിനെ കിട്ടുമെന്ന് പറഞ്ഞ അവൾക്ക് ഇവിടെ വന്നപ്പോ ഇയാളെ ഇഷ്ടപ്പെട്ടെന്നും ഇനി ഇയാളുടെ കൂടെ ഇവിടെ താമസിക്കാൻ പോവുകയാണെന്നും അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിനോട് പറയുന്നു. എന്നാലും നീ എന്നെ കളഞ്ഞിട്ട് ഇവന്റെ പുറകിന് പോയല്ലോ, രണ്ടുപേരും ഗോണം പിടിക്കത്തില്ല എന്ന് പ്രാഗി അവൻ സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ കാമുകി തേച്ചിട്ട് പോയ ഈ കാമുകൻ തിരിച്ചു പോകാനായി നിൽക്കുമ്പോ കാമുകിയുടെ പുതിയ ബോയ് ഫ്രണ്ട് ഇല്ലേ അവനെത്തി ഇവനോട് കാശ് ചോദിക്കാണ്. ഞാൻ നിനക്ക് കാശൊന്നും തരില്ല എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരം ആകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് യഥാർത്ഥത്തിൽ ഇയാൾ ഒരു നീഗ്രോയോ ഒന്നുമല്ല, മറിച്ച് ഈ കാമുകന് ആ പെണ്ണിനെ ഒഴിവാക്കണം, അതിനായി ഏർപ്പാടാക്കിയ ഒരു ബ്രേക്കപ്പ് ഗുരുവാണെന്ന്. എന്തായാലും പറഞ്ഞ ജോലി ചെയ്തിട്ടും കാശ് തരാതെ ഈ കാമുകൻ മുങ്ങുന്നു. ഈ സമയം ഇവർക്കിടയിൽ നടന്ന സംഭാഷണം ആ കാമുകി കേട്ടു. അവള് എന്നെ പറ്റിച്ചെല്ലടാന്ന് പറഞ്ഞ് അടിക്കാനായി ഓടുമ്പോ കാമുകനില്ലാത്തത് കൊണ്ട് തന്നെ ആ ബ്രേക്കപ്പ് ഗുരുവായ നമ്മുടെ കഥാനായകൻ പേടിച്ചൊരൊറ്റോട്ടം അവനോട് ഒരു റിസോർട്ടിന്റെ റൂമിൽ കയറി കഥ അടയ്ക്കുന്നു. ഈ ടീം വെളിയിൽ വന്നവൾ കൊട്ടോട് കൊട്ട് കഥ തുറന്നില്ലേ ചവിട്ടി പൊളിച്ച് അകത്ത് വരുന്നൊക്കെ അവള് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അകത്തേക്ക് പോയവൻ അവന്റെ മുഖത്തെ കരിയും മേക്കപ്പും ഒക്കെ മാറ്റിയിട്ട് സുന്ദര കുട്ടപ്പനായി വന്ന് നിൽക്കുന്നത് കണ്ടോ. ഇവനാണ് പോയവൻ എന്ന കാര്യം പക്ഷെ പുറകെ ഓടി വന്ന് ഇവൾക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ എന്റെ റൂമിന്റെ മുന്നിൽ വന്ന് ബഹളം വെക്കാൻ നിങ്ങൾ ആരോടോ ഒന്ന് ഇവൻ ചോദിക്കുമ്പോ അത് കേട്ട് പേടിച്ച് അവൾ അങ്ങ് പോകുന്നു. ബൈ ദ വേ നമ്മുടെ കഥാനായകന്റെ ഏകദേശ സ്വഭാവം അല്ലെങ്കിൽ ജോലി നിങ്ങൾക്ക് മനസ്സിലായെങ്കിലും പേര് ഞാൻ പറഞ്ഞില്ലല്ലേ. അവന്റെ പേരാണ് മെയ്. അവൻ നിങ്ങളിപ്പോ കണ്ട പോലെ തന്നെ ഒരു ബ്രേക്കപ്പ് ഗുരുവാണ്. കാശ് വാങ്ങി ആരുടെയും പ്രണയം പൊട്ടിക്കാനായി നടക്കുന്നവൻ. നിങ്ങൾ ഇവനെ കാശ് കൊടുത്ത് ഏർപ്പാടാക്കിയ ഇവൻ നാളെ നിങ്ങൾക്ക് ശല്യമായി മാറിയ നിങ്ങളുടെ കാമുകനെ അല്ലെങ്കിൽ കാമുകിയെ ലൈഫിൽ നിന്ന് നിഷ്പ്രയാസം പുറത്താക്കി തരും. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് മെയ് തിരിച്ചു പോകാനായി ബസ് കയറാനായി നിൽക്കുന്നതാണ്. ഈ സമയം ബസ് സ്റ്റോപ്പ് നിറച്ച ആൾക്കാര് ബസ് ഒന്നിങ്ങ് വന്നാ മതി ഇടിച്ചു കയറാൻ തയ്യാറായിട്ട് എല്ലാരും നിൽക്കാണ്. അങ്ങനെ ബസ് വരുമ്പോ ചക്കയിൽ ഈച്ച പൊതിയും പോലെ എല്ലാം കൂടി ബസ്സിനെ പൊതിയുന്നു. എങ്ങനെയും ഫസ്റ്റ് ഇടിച്ചു കയറി സീറ്റ് കിട്ടാനായി മെയ് ശ്രമിക്കുന്ന സമയത്താണ് ഫസ്റ്റ് നിൽക്കുന്ന പെൺകുട്ടിയെ അവൻ ശ്രദ്ധിക്കുന്നത്. ആ പെൺകുട്ടിയോട്, മോളെ എന്റെ കൊച്ചിന്റെ ഹാർട്ടിൽ ഓട്ടയാ, അത് അടയ്ക്കാനുള്ള ഫെവിക്വിക്കുമായിട്ട് ഞാൻ വന്നിരിക്കുക, എനിക്ക് എത്രയും പെട്ടെന്ന് ബസ് കയറി പോയാലേ എന്റെ കുട്ടിയെ രക്ഷിക്കാനാവുമെന്നെല്ലാം സെന്റിമെന്റ്സ് അടിക്കുമ്പോ അത് കേൾക്കുന്ന ആ പെണ്ണ് അത് സത്യമാണെന്ന് വിശ്വസിച്ച് അവനും വഴി മാറി കൊടുക്കുന്നുണ്ട്. പക്ഷെ മറ്റു യാത്രക്കാരും മണ്ടന്മാരല്ല, ഇവൻ പറഞ്ഞത് പച്ചക്കള്ള പൊട്ടത്തര എന്നറിയാവുന്ന അവർ അവനെ തട്ടിയിട്ടിട്ട് ബസ്സിൽ കയറുന്നു. ഈ സമയത്ത് മാറി നിന്ന ആ പെൺകുട്ടിക്ക് ഈ മണ്ടത്തരം വിശ്വസിച്ച് മാറുണ്ടായിരുന്നല്ലോ എന്ന് തോന്നാണ്. ഈ പെണ്ണിനെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ഇവളാണ് നമ്മുടെ കഥാനായികയായ സൺലി. എന്തായാലും ആദ്യം തന്നെ കയറി സീറ്റ് പിടിക്കാൻ പറ്റിയില്ലല്ലോ, ഒരുവിധം മെയ് ബസ്സിനകത്ത് കയറി സീറ്റിൽ കയറിയിരിക്കുന്നു. അങ്ങനെ ബസ് മുന്നോട്ട് പോകുന്ന സമയം ചില കള്ളന്മാര് ബസ്സിലേക്ക് അതിക്രമിച്ചു കയറുന്നു. അവർ യാത്രക്കാരുടെ വിലപിടിപ്പുള്ള സാധനങ്ങളും കാശുമൊക്കെ ബലമായി വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ടീം മെയ് ഇരിക്കുന്ന സീറ്റിന്റെ അടിയിൽ അവൻ നോക്കുമ്പോ സൺലി ഒളിച്ചിരിക്കുകയാണ്. നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ മിണ്ടല്ലേ, ഞാനിവിടെ ഒളിച്ചിരിക്കുക, എന്നെ കാണിച്ചു കൊടുക്കല്ലേ എന്ന് അവള് പറയുന്നുണ്ട്. ഈ സമയം അവൻ സിബ് തുറക്കുന്നു. ഇത് കാണുന്നവൾ ഇനി തന്റെ ദേഹത്ത് ശൂശു വെക്കാൻ പോവാണോ എന്ന് പേടിക്കുന്നുണ്ടെങ്കിലും അവൻ അവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്ന കുറച്ച് ക്യാഷ് അവളെ ഏൽപ്പിച്ചിട്ട് സേഫ് ആയിട്ട് നോക്കണമെന്ന് പറയാണ്. ഇവളാണെങ്കിൽ ഈ ക്യാഷ് കിട്ടിയ പാടെ മാന്യമായിട്ട് ആ കള്ളന്മാരുടെ മുന്നിൽ ചെന്ന് കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ട, ഇറങ്ങി പോട കള്ളന്മാരെ, ഇന്ന പീടിച്ചൊന്നും എനിക്ക് വേണ്ട കാശെന്നും പറഞ്ഞ് അതങ്ങ് കൊടുക്കാണ്. തന്റെ കാശ് ഇവളിങ്ങനെ എടുത്തു കൊടുക്കുന്നത് കണ്ട് മെയ് ആകെ ഷോക്കാവുന്നു. അവൻ ഇടയിൽ കയറാൻ നോക്കുമ്പോ കാശ് ചോദിച്ചിട്ടും ഇല്ല എന്ന് കള്ളം പറഞ്ഞ് കാശ് ഒളിപ്പിച്ച് വെച്ചതിന്റെ പേരിൽ മെയ്യെയും തങ്ങളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിന്റെ പേരിൽ സൺലിയെയും കള്ളന്മാരും ബസ്സിൽ നിന്ന് വെളിയിലിറക്കി കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് രണ്ടിനെ ഒരു പാഠം പഠിപ്പിക്കാതെ ഞങ്ങൾ വിടില്ലെന്ന് ആ കള്ളന്മാര് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ടീം സൺലിയും മെയ്യും കൂടി ആ കള്ളന്മാരെ തിരിച്ചടിക്കാൻ നോക്കുന്നുണ്ട്. അത് നല്ല കോമഡി ആയിരുന്നു, കാരണം രണ്ടിനും ആദ്യം കണക്കിന് കിട്ടുന്നു. ഒടുക്കം സൺലി അവളുടെ കയ്യിലുള്ള ആളുകളെ ഷോക്ക് അടിപ്പിക്കാൻ കഴിയുന്ന ആ ഒരു ഡിവൈസ് എടുത്ത് അവന്മാർക്ക് നേരെ പ്രയോഗിച്ചാണ് അവന്മാരെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നത്. ഈ ടീം കള്ളന്മാരെ ഓടിച്ചു വിട്ട് രക്ഷിച്ചതിന് നന്ദി പറയാനായിട്ട് മെയ് അവളുടെ അടുത്തേക്ക് എത്തുമ്പോൾ അവനെയും അവള് ഷോക്ക് അടിപ്പിക്കുന്നു. എന്തായാലും സൺലിയെ വെറുതെ വിടാനായിട്ട് മെയ് തയ്യാറല്ല, കാരണം അവന്റെ കാശ് ഇവള് കാരണമാണല്ലോ കള്ളന്മാര് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ
ഇവൻ അവളുടെ പുറകെ പോകുന്നു. അവൾ ഓടി അവളുടെ വീട്ടിലേക്ക് കയറാനായി ശ്രമിക്കുമ്പോൾ അതിനു മുന്നേ ഇവൻ ആ വീട്ടിൽ കയറുന്നുണ്ട്. നിനക്ക് എന്താ വേണ്ടതെന്ന് അവള് ചോദിക്കുന്ന ടൈം കാശ് വേണമെന്ന് അവൻ പറയുന്നു. ഇങ്ങനെ ഇവർ തർക്കിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് ആരോ എത്തി കോളിംഗ് ബെൽ അടിക്കുന്നു. അത് കേട്ടപാടെ സൺലിക്ക് അവളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് പിറകെ നടക്കുന്ന ആളാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. യോ ഇപ്പൊ ഇവനെ ഇവിടെ കണ്ട പ്രശ്നമാകുമല്ലോ എന്ന് ഓർക്കുന്ന അവൾ മെയ്യെ അവിടെ ഒളിപ്പിക്കുന്നു. അങ്ങനെ അവൾ ഡോറ് തുറക്കുമ്പോ അകത്തേക്ക് ചെൻ എന്ന ആളെത്തുന്നു. അയാൾ വന്ന പാടെ ഇവളുടെ അടുത്ത് വളരെ സ്നേഹത്തില് റൊമാൻറ്റിക് ആകാനായി നോക്കുമ്പോ ഇവള് നൈസായിട്ട് കണ്ണടച്ച് നിൽക്കുന്ന അയാളുടെ അടുത്തേക്ക് മെയ്യെ നിർത്തിയ ശേഷം മാറി നിൽക്കാണ്. അതുകൊണ്ട് തന്നെ ചെൻ കണ്ണടച്ച് നിൽക്കുന്ന ടീം തന്റെ അടുത്ത് നിൽക്കുന്നത് സൺലി അല്ല എന്നറിയാതെ മെയ്യുടെ കൂടെ റൊമാൻറ്റിക് ആയി നിൽക്കുന്നു. അതിന്റെ ഇടയിൽ ഒന്ന് കണ്ണു തുറക്കുമ്പോഴാണ് പറ്റിയ അമ്മളി മനസ്സിലാവുന്നത്. ആരടാ നീ എന്താ ഇവിടെ എന്ന് ചെൻ തിരക്കുമ്പോഴാണ് അങ്ങനെ അവിടെ മാറി നിന്ന് സൺലി കാര്യങ്ങളെല്ലാം പറയുന്നത്. ഈ ടീം വളരെ സെന്റിമെന്റലായി എന്റെ അമ്മയുടെ ഓപ്പറേഷൻ വെച്ച കാശ ഈ ദുഷ്ട ആ കള്ളന്മാർക്ക് എടുത്തു കൊടുത്തത്, ഞാൻ ഇനി എന്റെ അമ്മയുടെ ഓപ്പറേഷൻ എങ്ങനെ നടത്തുമെന്നെല്ലാം മെയ് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. എന്തായാലും മെയ്യുടെ കഥ കേൾക്കുന്ന ചെൻ അതെല്ലാം സത്യമാണെന്ന് കരുതി നീ എന്റെ കൂടെ ജോലിക്ക് വാ, ഞാൻ നിനക്ക് ശമ്പളമെല്ലാം തരാമെന്ന് പറയുന്നു. ഒപ്പം തന്നെ സൺലിയുടെ ഈ വീട്ടിൽ സ്റ്റേ ചെയ്യാനും ചെൻ മെയ്യോട് പറയാണ്. ഇത് കേൾക്കുമ്പോ സൺലിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അവൾ ഒന്നും തന്നെ പ്രതികരിക്കുന്നില്ല. അങ്ങനെ രാത്രി മെയ് ഒടുക്കത്തെ പാട്ട്, അവന്റെ പാട്ട് കാരണം ഉറങ്ങാൻ പറ്റാത്ത സൺലി കിടന്നുറങ്ങടാ എന്ന് പറഞ്ഞ് അവന്റെ നേരെ ചെരുപ്പെടുത്തെറിയുമ്പോ അത്രയും നേരം ഉറക്കം വരാതെ കുത്തിയിരുന്ന് പാട്ട് പാടിക്കൊണ്ടിരുന്ന മെയ് ആ ചെരുപ്പ് പിടിച്ചത് സ്മെൽ ചെയ്യുന്നു. ആ ടൈം അവന്റെ ഉള്ള ബോധവും കൂടി പോവാണ്. അടുത്ത ദിവസം ചെന്നിന്റെ അടുത്ത് മെയ് ജോലിക്ക് പോകുന്നുണ്ട്. പക്ഷെ അതൊന്നും സൺലിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. സൺലി മെയ്യെ ജോലിക്ക് വെക്കണ്ടെന്ന് ചെന്നിനോട് പറയുമ്പോ ചെൻ അവനൊരു പാവം പയ്യനല്ലേ, പോട്ടെ ജീവിച്ചു പോട്ടെ എന്നൊക്കെ പറയുന്നു. അതിനുശേഷം ചെന്നും സൺലിയും തമ്മിൽ സംസാരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആക്ച്വലി ഈ ചെൻ വലിയൊരു കാശുകാരനാണ്. അയാൾ വിവാഹിതനുമാണ്. അയാളുടെ ഭാര്യ കുറച്ച് വലിയൊരു ഗ്യാപ്പ് എടുത്ത് ഇവര് സ്റ്റേ ചെയ്യുന്ന ഈ സ്ഥലത്ത് നിന്ന് അവരുടെ നാട്ടിലേക്ക് പോയിരുന്നു. ആ ടീം ഇയാള് സൺലിയെ കാണുകയും അവളെ പ്രേമിച്ച് കൂടെ കൊണ്ട് നടക്കുകയായിരുന്നു. ആക്ച്വലി അവളെ കല്യാണം കഴിക്കാനുള്ള പ്ലാൻ ഒന്നും അവള് കരുതുന്നത് പോലെ ഇയാൾക്കില്ല. ഇപ്പൊ ഇയാളുടെ ഭാര്യ തിരിച്ചു വരുന്നത് കൊണ്ട് തന്നെ ഇയാൾക്ക് സൺലിയെ ഒഴിവാക്കണം. പക്ഷെ അങ്ങനെ അങ്ങ് ഒഴിവാക്കാൻ സാധിക്കാത്തത് കൊണ്ട് ബ്രേക്കപ്പ് ഗുരുവായ മെയ്യെ പറ്റി കേട്ട് ഇവനെ അതിനായിട്ട് വിളിച്ചു വരുത്തിയതാണ്. ഇയാളുടെ പദ്ധതി പ്രകാരമാണ് അന്ന് സൺലി കയറുന്ന അതേ ബസ്സിൽ തന്നെ മെയ് കയറിയതും തുടർന്ന് കള്ളന്മാരിങ്ങനെ വന്ന് ഇവന്റെ കാശ് എടുത്തോണ്ട് പോകുന്ന ആ ഒരു സീൻ ഇവർ പ്ലാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്തത് തന്നെയാണ്. ആ പേരിൽ പിന്നെ ഇവളുടെ വീട്ടിലേക്ക് വന്നതും അങ്ങനെ അവിടെ വെച്ച് ചെന്നിനെ കണ്ടതും എല്ലാം ഇവരുടെ പദ്ധതി പ്രകാരം നടന്നതാണ്. എത്രയും പെട്ടെന്ന് സൺലിക്ക് തന്നോട് പ്രേമം തോന്നിപ്പിച്ച് അവളെ കൊണ്ട് ചെന്നുമായി ബ്രേക്കപ്പ് ചെയ്യിപ്പിച്ചെടുക്കുമെന്ന് മെയ് ചെന്നിന് വാക്ക് കൊടുക്കുന്നു. ആക്ച്വലി ഈ ഒരു ബ്രേക്കപ്പ് ബിസിനസിന് മെയ്ക്ക് 3 കൂട്ടാളികളും കൂടിയുണ്ട്. അവരുമായി ചേർന്നാണ് ഈ കാര്യങ്ങളെല്ലാം മെയ് നടപ്പാക്കുന്നത്. ഇതിനു മുന്നേ പലരുടെയും ഇടയിൽ കയറി അതിലെ പെൺകുട്ടിയുടെ മനസ്സിൽ ഇടം പിടിച്ചു പറ്റി അവളെ കൊണ്ട് തന്നെ അവളുടെ ബോയ് ഫ്രണ്ടിനെ വേണ്ടാന്ന് പറയിപ്പിക്കാൻ മെയ്ക്ക് ഇത്ര പാടുണ്ടായിരുന്നില്ല. പക്ഷെ സൺലി ആകട്ടെ മെയ്യെ ഒരു തരി ഇൻട്രസ്റ്റോട് പോലും അല്ല നോക്കുന്നത്. ഇവർ തമ്മിൽ പരിചയപ്പെട്ടിട്ട് അധികമായിട്ടില്ലെങ്കിലും അത്രയും പോലും സമയം ബാക്കിയുള്ള പെണ്ണുങ്ങളുടെ ഉള്ളിൽ കയറി പറ്റാനായി മെയ്ക്ക് വേണ്ടി വന്നിട്ടില്ല. പക്ഷെ സൺലി കുറച്ച് ടഫായ ഗേൾ ആണെന്ന് മെയ്ക്ക് മനസ്സിലാവുന്നു. പക്ഷെ അവൻ കാശ് വാങ്ങിയതുകൊണ്ട് തന്നെ ജോലി കംപ്ലീറ്റ് ചെയ്യാതെ പിന്നോട്ടില്ല. ഈ ഒരു ടാസ്കില് മെയ്യെ സഹായിക്കാനായി മെയ്യുടെ കൂട്ടാളികൾ മെയ്യുടെ കൂടെ ചേർന്ന് സൺലി അറിയാതെ അവളെ ഫോളോ ചെയ്ത് അവളുടെ ഓരോ താല്പര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാണ്. താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചാൽ ഒരു പെൺകുട്ടിയെ വളച്ചെടുക്കുക അത്ര പാടുള്ള കാര്യമല്ലല്ലോ അല്ലെ. അങ്ങനെ ഇവരുടെ പ്ലാനിങ്ങിന്റെ ഭാഗമായി അടുത്ത ദിവസം ചെന്നിന്റെ ഓഫീസിൽ സൺലിയും മെയ്യും ഉള്ള ടൈം മെയ് പ്ലാൻ ചെയ്ത് സൺലിയുടെ വെള്ളത്തില് എന്തോ ഒരു പൊടി മിക്സ് ചെയ്ത് അവൾക്ക് വയറുവേദന ഉണ്ടാക്കാനായുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ടോയ്ലറ്റിന്റെ ഭാഗത്തേക്ക് പോവാണ്. അങ്ങനെ അവന്റെ പ്ലാനിങ് പോലെ തന്നെ അവൾ അത് കുടിക്കുന്നുണ്ട്. പക്ഷെ അവൻ പ്ലാൻ ചെയ്തതുപോലെയല്ല കാര്യങ്ങൾ നടന്നത്. ഇവൾ ഇത് കുടിച്ച് വയറുവേദന എടുത്ത് ടോയ്ലറ്റിന്റെ അവിടേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് കുളിക്കുന്ന എന്നെ കണ്ട് ഇവൾ അതിൽ മയങ്ങുമെന്നാണ് അവൻ കരുതിയത്. പക്ഷെ നടന്നത് അത് കുടിച്ച ഉടനെ തന്നെ അതിന്റെ രുചി വ്യത്യാസം മനസ്സിലാക്കി മുഴുവനും കുടിക്കാൻ നിൽക്കാതെ അവൾ അതും എടുത്തുകൊണ്ട് നേരെ വാഷ്റൂമിന്റെ അങ്ങോട്ടേക്ക് പോയി അവന്റെ മുഖത്തിനിട്ട് എറിഞ്ഞു കൊടുത്തു. കാരണം അവൻ അതിൽ എന്തോ കലക്കി നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. കൂടാതെ ആ സമയത്ത് അത് നല്ല ചൂടായിരുന്നു. അങ്ങനെ ചൂട് വെള്ളം വീണ് അവന്റെ മുഖം പൊള്ളുന്നുണ്ട്. അപ്പോഴത്തെ ഒരു ആവേശത്തിന് അവന്റെ മുഖത്തോട്ട് അത് എറിഞ്ഞെങ്കിലും പാവത്തിന്റെ മുഖം പൊള്ളിയിരിക്കുന്നത് കണ്ട് സൺലിക്ക് തന്നെ സങ്കടാകുന്നു. അങ്ങനെ പിന്നീട് ഇവരെ കാണാനായി എത്തുന്ന ചെൻ ഒരു പരിപാടിയുടെ ഭാഗമായി സൺലി തനിക്ക് വേണ്ടി സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്യണമെന്ന് പറയുന്നു. ഇവൾക്ക് തീരെ താല്പര്യമില്ല. പക്ഷെ ചെൻ പറഞ്ഞതുകൊണ്ട് ചെയ്യാനായി അവൾ റെഡിയായി പോകുന്നു. പക്ഷെ ആ സമയത്ത് ഇവളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി മെയ് ആണ് അവൾക്ക് പകരം ഒരു പെണ്ണിനെ പോലെ വേഷം കെട്ടി അവിടെ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്. അത് കണ്ട് കാണികൾ എല്ലാവരും വളരെ ഇംപ്രസ്ഡ് ആവുന്നു. കാരണം വളരെ രസകരമായിരുന്നു അയാളുടെ പെർഫോമൻസ് കാണാൻ. തനിക്ക് വേണ്ടി ഇവൻ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ഓർക്കുന്ന സൺലിക്കും വളരെയധികം സന്തോഷം തോന്നുന്നു. അങ്ങനെ അന്ന് വൈകിട്ട് രണ്ടുപേരും ഒരു ബാറിലിരുന്ന് ഡ്രിങ്ക്സ് അടിക്കുന്നു. ഒരുപാട് ഡ്രിങ്ക്സ് അടിച്ച് കിറങ്ങിയിരിക്കുന്ന സൺലി വീണ്ടും ഡ്രിങ്ക്സ് അടിക്കുമ്പോൾ വേണ്ട നീ മിക്കവാറും ഓക്കാനിക്കാൻ ചാൻസ് ഉണ്ടെന്ന് മെയ് പറഞ്ഞെങ്കിലും അത് കേൾക്കാതെ അവള് കൂടുതൽ ഡ്രിങ്ക്സ് അടിക്കുന്നു. പറഞ്ഞതുപോലെ തന്നെ അവള് ഓക്കാനിക്കാൻ തുടങ്ങുന്നു. ഈ ടീം അടുത്ത് നിൽക്കുന്ന മെയ്യോട് സൺലി സത്യം പറഞ്ഞാൽ നമ്മൾ അമ്മ കാണുമ്പോൾ കീരിയും പാമ്പും ആണെങ്കിലും തന്റെ കൂടെ കൂടിയണക്കെ ഒരു വല്ലാത്ത ഹാപ്പിനെസ് ഞാൻ എല്ലാത്തിലും ഫീൽ ചെയ്യുന്നുണ്ടെന്നെല്ലാം അവള് പറയുമ്പോൾ ഇത് കേൾക്കുന്ന മെയ്ക്കും അത് വല്ലാത്ത ഫീൽ ആകുന്നു. കാരണം ഇവൻ പല പെൺകുട്ടികളെയും കണ്ടിട്ടുണ്ട്. അവരെ എല്ലാവരെയും കാശ് വാങ്ങി പ്രേമിച്ചതുമാണ്. അതേപോലെ തന്നെ ഇവളെയും കാശ് വാങ്ങിയാണ് പ്രേമിക്കുന്നതെങ്കിലും
എന്തായാലും ഒരാളും ഇവനോട് പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ് അവള് പറയുന്നത്. അതായത് ഇവന്റെ കമ്പനി അവൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്നത്. അവൻ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെ അവള് പറയുന്നത് കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവള് ഒരു കാര്യം പറയാന്ന് പറഞ്ഞ് അവൻ അടുത്തേക്ക് വിളിക്കുന്നു. ഇവൻ എന്തോ രഹസ്യമാണ് അറിയാലോ എന്ന് കരുതി അടുത്തേക്ക് ചെല്ലുമ്പോൾ അവന്റെ ദേഹത്തേക്ക് അവള് ഛർദ്ദിച്ചു വെക്കുന്നു. അവൻ ആകെ കലി വരുവാണ്. ഇതിനാണ് നീ ഞാൻ അടുത്തേക്ക് വിളിച്ചതെന്ന് അവൻ ചോദിക്കുമ്പോ നിനക്കിത് ആവശ്യമാണെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. അടുത്ത ദിവസം സൺലി ഉറക്കമുണരുന്നത് അവളുടെ ബെഡിലാണ്. ഞാനെപ്പോഴും ഇവിടെ വന്ന് കിടന്ന് ആ 2 ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ ആലോചിച്ച് ഹോളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അവൾക്ക് കഴിക്കാനായി മെയ് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇനി നീ തനിച്ചല്ല, ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ടെന്ന ഒരു കുറിപ്പും അവൻ എഴുതി വെച്ചിരിക്കുന്നു. ഇത് കാണുന്ന അവൾക്ക് വളരെ സന്തോഷമാകുന്നു. അങ്ങനെ ഇവർ പതിയെ കുറച്ചുകൂടെ കൂട്ടാകുന്നു. ഒരു ദിവസം മെയ് മാറി നിന്ന് ഫോണിൽ സംസാരിക്കുന്നു. അവൻ സംസാരിക്കുന്നത് അമ്മയെ പറ്റിയാണ് എന്ന് മറിഞ്ഞു നിന്ന് കേൾക്കുന്ന സൺലി വാശി പിടിക്കുമ്പോൾ അവൻ അവളെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ചെല്ലുമ്പോൾ അമ്മ വയ്യാണ്ട് കിടക്കാണ്. വർഷങ്ങൾക്ക് മുന്നേ അച്ഛന്റെ പുകവലി ശീലത്തെ പറ്റി വഴക്കുണ്ടാക്കി തന്നെയും കൂട്ടി അമ്മ അച്ഛന്റെ വീട് വിട്ട് ഇറങ്ങിയ സമയത്ത് ഒരു അപകടം സംഭവിച്ചു. ആ അപകടത്തിൽ അമ്മ ഈ അവസ്ഥയിലായി. അതിനോട്ട് അച്ഛൻ പുകവലി ശീലം ഉപേക്ഷിച്ചു. ഞാനാണെങ്കിൽ എങ്ങനെ കാശുണ്ടാക്കി അമ്മയെ ചികിത്സിക്കണമെന്ന ആഗ്രഹത്തില്ല ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അച്ഛൻ മരിച്ചിട്ട് കുറച്ച് വർഷമായി എന്നെല്ലാം ഇവൻ ഇങ്ങനെ പറയുമ്പോൾ ഇവൾക്ക് വളരെ സങ്കടാവുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇവനെ മതി, ചെന്നിനെ വേണ്ട എന്ന് തീരുമാനിക്കുന്ന അവൾ ഇത് പറയാനായി ചെന്നിനെ കാണാനായി ചെല്ലുന്നു. ആ ടൈം ചെൻ അയാളുടെ ഒരു സ്റ്റാഫിന്റെ കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കാണുന്ന സൺലി നിങ്ങൾ ഇങ്ങനെ ഒരാളാണെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകുമ്പോ ചെൻ ഉടനെ തന്നെ മെയ്യെ വിളിച്ചു വരുത്തുന്നു. നിന്നോട് അവളെ നീ പ്രേമിച്ച് അവളായിട്ട് എന്നെ വേണ്ടാന്ന് വെപ്പിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ ഇങ്ങനെ വേറെ ചുറ്റിക്കളിയിലുള്ളത് അവൾ അറിഞ്ഞ് അവൾ എന്നെ ഇട്ടിട്ട് പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിന്നോട് പറഞ്ഞ കാര്യം നീ മര്യാദയ്ക്ക് ചെയ്യാഞ്ഞത് കൊണ്ട് തന്നെ അതിനുള്ള പണിഷ്മെന്റ് തന്നെ കൊണ്ടെന്ന് പറഞ്ഞ് തന്റെ ബോഡി ഗാർഡിനെ കൊണ്ട് മെയ്ക്കിട്ട് കണക്കിനെ കൊടുപ്പിക്കുന്നു. ആ ടീമാണ് സൺലി മെയ്യെ വിളിച്ചിട്ട് എനിക്ക് അത്യാവശ്യമായി കാണണമെന്ന് പറയുന്നത്. ഇവര് തമ്മിലുള്ള ഇഷ്ടം അത് കല്യാണ ലെവലിലേക്ക് കൊണ്ടുപോകുന്നതിനെ പറ്റി സംസാരിക്കാനായിട്ടായിരുന്നു അവൾ ഇവനെ കാണാനായി ഫോൺ വിളിച്ചത്. എന്തായാലും അങ്ങനെ മെയ്യെ വെയിറ്റ് ചെയ്ത് സൺലി അവിടെ നിൽക്കുന്ന ടീം അവളെ കാണാനായി മറ്റൊരു പെൺകുട്ടി എത്തുന്നു. ഈ പെൺകുട്ടി ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കഥയുടെ തുടക്കത്തിൽ കാട്ടുവാസിയുടെ വേഷത്തില് മെയ് ബ്രേക്കപ്പിലാക്കിയ ഒരു പെണ്ണില്ല, ആ പെണ്ണ്. അവള് മെയ്യെ പറ്റിയുള്ള സത്യങ്ങളെല്ലാം സൺലിയോട് പറയുന്നു. മെയ് ഇപ്പോ കാശ് വാങ്ങി സൺലിയുടെ പുറകിനാണെന്നുള്ള കാര്യം അറിഞ്ഞിട്ട് ഈ പെൺകുട്ടി വരുന്ന വരവായിരുന്നു. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ സൺലി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഓൾറെഡി മെയ് അവളെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഇവളീ സത്യങ്ങൾ അറിഞ്ഞെന്ന് മെയ്ക്കൊട്ട് അറിയില്ല. മെയ്യെ കണ്ടിട്ടും സൺലി ഒന്നും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. എന്തു പറ്റി മുത്തേ, എന്തൊന്നും മിണ്ടാത്തേന്ന് അവൻ ചോദിക്കുമ്പോൾ ഇവനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് അവൾ അവനോട് തെളിവ് സഹിതം പറയുമ്പോൾ അല്ല മോളെ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം, നീ വിചാരിക്കുന്ന പോലെയല്ല. ആദ്യം ഞാൻ നിന്നെ കണ്ടത് ബ്രേക്കപ്പ് നാടകത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും പിന്നീട് അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങളെന്ന് പറഞ്ഞ് അവൻ എക്സ്പ്ലനേഷൻ നൽകാനായി ശ്രമിക്കുമ്പോൾ ഇവൾ അവന്റെ കർണക്കുട്ടിക്ക് അടിച്ച് വെളിയിലേക്ക് പോകുന്നു. ഈ ടീം ഇവിടെ പിടിപ്പിച്ചിരുന്ന ക്യാമറ വഴി ഇവിടെ നടന്ന കാര്യങ്ങൾ മെയ്യുടെ സുഹൃത്തുക്കൾ അറിഞ്ഞു. മെയ്ക്ക് ആ പെണ്ണിനെ അത്ര അധികം ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും മെയ്ക്ക് വേണ്ടി ഞങ്ങൾ അവളെ തട്ടിക്കൊണ്ടു വന്നാലും മെയ്യുടെ മുന്നിൽ നിർത്തുമെന്ന് കൂട്ടുകാർ പറയാണ്. ഇതേ ടീം വെളിയിലേക്ക് എത്തുന്ന സൺലിയെ കാറിൽ ആരോ തട്ടിക്കൊണ്ടു പോകുന്നു. ഇത് കണ്ട് മെയ്യും ആ കാറിനെ പിന്തുടർന്ന് ചെല്ലാണ്. അവൻ കരുതുന്നത് ഇതവന്റെ കൂട്ടുകാര് മുന്നേ പറഞ്ഞ പോലെ തട്ടിക്കൊണ്ടു പോയതാണെന്നാണ്. ഇത്ര ഫാസ്റ്റായി തന്റെ കൂട്ടുകാർ ചെയ്തല്ലോ എന്നെല്ലാം അവൻ അഭിമാനിക്കുന്നുണ്ട്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാണ് ഇത് തന്റെ കൂട്ടുകാരല്ല, മറ്റാരോ സൺലിയെ തട്ടിക്കൊണ്ടു വന്നതാണെന്ന് മനസ്സിലാവുന്നത്. ചെന്നിന്റെ ആളുകളായിരുന്നു തട്ടിക്കൊണ്ടു വന്നത്. അവർ സൺലിയെ കെട്ടിയിട്ട ശേഷം മെയ്യെ ഉപദ്രവിക്കുന്നു. മെയ് സൺലിക്ക് വേണ്ടി അടിയിടി എല്ലാം കൊള്ളാണ്. അങ്ങനെ മെയ്യെ അടിച്ചിട്ട ശേഷം അതിലൊരു ഗുണ്ട സൺലിയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കഴുത്തിന്റെ അവിടേക്ക് കത്തി വീശുമ്പോൾ അത് കണ്ട് മെയ് വല്ലാതെ പേടിക്കുന്നു. അവളെ ഒന്നും ചെയ്യരുതെന്ന് ഇവൻ ഷൗട്ട് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് അവളെ ഒന്നും ചെയ്തില്ല, അവളുടെ കഴുത്തിൽ മുന്നേ ചെന്നിട്ട് കൊടുത്ത ചെയിനാണ് ഇയാൾ പൊട്ടിച്ചെടുത്തതെന്ന്. ഈ ടീം തന്നെ മെയ് ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് സൺലിക്ക് മനസ്സിലാവുന്നു. കാരണം ഇവൾക്ക് വല്ലതും പറ്റുമെന്ന് അവൻ ഒരുപാട് പേടിച്ചിരുന്നു. അങ്ങനെ ഇവരെ രണ്ടുപേരെയും അവിടെ ഒന്നിച്ച് കെട്ടിയിട്ട് ഇവരെ കൊല്ലാനായിട്ടുള്ള പ്ലാനിങ് ആണെന്ന് മനസ്സിലാക്കുന്ന അവർ കൈ കെട്ടിയിട്ടിരിക്കുകയാണെങ്കിലും മെയ്യുടെ ചെയിനിൽ കുരുക്കിയിട്ടിരുന്ന ലൈറ്റർ സൺലി അവളുടെ വായും കൊണ്ട് എടുക്കുന്നു. അത് മെയ് വായും കൊണ്ട് കത്തിക്കുന്നു. ഈ ടീം രണ്ടുപേർക്കും ഇടയിൽ ഒരു ചെറിയ സ്പാർക്ക് വീണ്ടും തോന്നുന്നുണ്ട്. എന്തായാലും ആ ടീം രക്ഷപ്പെടേണ്ടത് കൊണ്ട് തന്നെ ഇവർ അങ്ങനെ ലൈറ്റർ കത്തിച്ച് കയറ് പൊട്ടിച്ച് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുകയാണ്. ഈ ടീം ഗുണ്ടകൾ പിടിക്കാനായി എത്തുമ്പോൾ അവിടെയുള്ള ക്യാനുകൾ മറിച്ചിട്ട് അതിലുണ്ടായിരുന്ന പെട്രോളിൽ തീ കൊളുത്തി അവർ അവിടെ നിന്ന് എസ്കേപ്പ് ആകുന്നു. ചെന്നിനോട് തനിക്ക് പകരം വീട്ടണമെന്ന് സൺലി പറഞ്ഞതുകൊണ്ട് മെയ് അവളെയും കൂട്ടി ചെന്നിനെ കാണാനായിട്ടാണ് പോകുന്നത്. അങ്ങനെ രണ്ടുപേരും ചെന്നിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ചെന്നിന്റെ ഭാര്യ ഉണ്ടായിരുന്നു. ചെന്നിനെ അടിക്കാനായി സൺലി ചെല്ലുമ്പോൾ ഭാര്യ ആദ്യം തടുക്കുന്നു. അയാളെ അടിക്കാനായി എത്തുന്ന സൺലിയെ അടിക്കുന്നു. ഈ ഗ്യാപ്പിന് ചെന്ന അവിടെ നിന്ന് രക്ഷപ്പെടാനായി നോക്കുമ്പോൾ മെയ് അവനെ പിടിക്കാണ്. സത്യത്തിൽ എനിക്ക് നിന്നെ അടിക്കാൻ താല്പര്യമില്ല, കാരണം നീ കാരണമാണ് എനിക്ക് സൺലിയെ കിട്ടിയത്. പക്ഷെ എന്നാലും അവൾക്ക് വേണ്ടി ഞാൻ ഈ അടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞ് ചെന്നിനിട്ട് അവനൊരു അടി കൊടുക്കുന്നു. അതിനുശേഷം മെയ്യും സൺലിയും സംസാരിക്കുന്ന ടൈം ഞാൻ ആക്ച്വലി ചെന്നിന് വേണ്ടിയാണ് നിന്നെ പ്രണയിക്കാൻ തുടങ്ങിയത്. പക്ഷെ ഇപ്പോ ഞാൻ നിന്നെ പ്രണയിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രം, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് അവൻ പറയുന്നു. അവൾ അവനെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യുമ്പോൾ പക്ഷെ
നിന്റെ ഇഷ്ടത്തിന് ഞാൻ അർഹനാണോ എന്ന് എനിക്ക് അറിയില്ല എന്ന് അവൾ അവനെ കിസ് ചെയ്യുമ്പോ ഞാൻ നിനക്ക് ചേർന്നവനല്ല, നിനക്ക് എന്നെക്കാൾ ബെറ്ററായി ഒരാളെ കിട്ടുമെന്ന് പറഞ്ഞ് അവൻ തിരിച്ചു നടക്കുന്നു. ഇവൾ എനിക്ക് അവനെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയിട്ടും ഇവനെന്താ ഇപ്പൊ ഇങ്ങനെ പോയതെന്ന് ആകെ ഷോക്കായി നിൽക്കാണ്. അങ്ങനെ ആ സംഭവത്തിന് 1 വർഷം കഴിഞ്ഞ് വീണ്ടും സൺലിയെ കാണാനായി മെയ് എത്തുന്നു. എന്തിനാ ഇപ്പൊ വന്നതെന്ന് അവള് ചോദിക്കുമ്പോൾ അന്ന് ഞാൻ തിരിഞ്ഞു കടന്നപ്പോ റൊമാൻറ്റിക് സിനിമകളിൽ കാണുന്ന പോലെ തിരിച്ച് നീ എന്നെ വിളിച്ച് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ നീ അങ്ങനെ ചെയ്തില്ലല്ലോ എന്ന് അവൻ പറയുമ്പോൾ നിങ്ങളെക്കാൾ ബെറ്റർ ആയ ഒരാളെ എനിക്ക് കിട്ടുന്ന നിങ്ങളല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഞാനൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയതാണെന്ന് അവളും കള്ളം പറയുന്നു. എന്തായാലും എനിക്കിനി നിങ്ങളെ വേണ്ടാന്ന് അവൾ ഇങ്ങനെ പറയുന്ന സമയം അവിടേക്ക് നമ്മുടെ ചെന്നിന്റെ മറ്റേ ആ സ്റ്റാഫ് എത്തുന്നു. അയാളെ സൺലിയെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുമ്പോ മെയ് ഇടയിൽ കയറി അവന് കുത്തു കിട്ടുന്നു. അങ്ങനെ അവൻ ചോര പറഞ്ഞു കിടക്കുമ്പോ ഞാൻ ചുമ്മാ പറഞ്ഞ എനിക്ക് നിങ്ങളെ ഇഷ്ടം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിഞ്ഞ 1 വർഷമായി കാത്തിരുന്നത്, നമുക്ക് ഒന്നിച്ച് സന്തോഷമായി ജീവിക്കാം, എന്നെ വിട്ടിട്ട് പോവല്ലെന്നെല്ലാം അവൾ ഇങ്ങനെ സങ്കടപ്പെടുമ്പോ അത്രയും നേരം മരിക്കാറായതുപോലെ കിടന്ന് മെയ് ചാടി എണ്ണിക്കുന്നു. നിന്റെ വായിന്ന് ഇത് വരുത്താൻ വേണ്ടി ഞാനും അവനും ചേർന്ന് നടത്തിയ ഒരു നാടകമാണെന്ന് മെയ് പറയുമ്പോഴാണ് മെയ്യെ കുത്തിയ അയാൾ ഇപ്പോൾ മെയ്യുടെ ബ്രേക്കപ്പ് ടീമിലെ ഒരു സ്റ്റാഫാണെന്ന കാര്യം ഇവൾക്ക് മനസ്സിലാവുന്നത്. ഇയാളുടെ ഉടായ്പൊന്നും ഇതുവരെ മാറിയില്ലല്ലോ എന്ന് അവൾ കരുതി നിൽക്കുമ്പോൾ അവിടെ എല്ലാം ലൈറ്റ് കത്തുന്നു. ഐ ലവ് യു സൺലി എന്ന മെയ് അവിടെ എല്ലാം എഴുതി വെച്ചിരിക്കുകയാണ്. അത് കണ്ട് ഇവൾ ഒരുപാട് ഹാപ്പി ആകുന്നു. അങ്ങനെ ഇവർ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. വിവാഹം കഴിച്ചു. തുടർന്ന് മെയ്യുടെ ബ്രേക്കപ്പ് ടീമിൽ ഇപ്പോൾ സൺലിയും ഒരു അംഗമാണ്. പിന്നീട് ഇവരുടെ അടുത്തേക്ക് ബ്രേക്കപ്പ് ചെയ്തു തരണേ, രക്ഷിക്കണേ എന്ന് പറഞ്ഞെത്തുന്ന ആളുകൾക്ക് കാശ് വാങ്ങി ബ്രേക്കപ്പ് നേടിക്കൊടുക്കുന്നത് ഒരു കുടുംബ ബിസിനസ്സായി കൊണ്ടു നടക്കാണ്. എന്തായാലും ഇവരങ്ങനെ മറ്റുള്ളവരെ പിരിച്ച് ഹാപ്പിയായി ജീവിക്കുന്നത് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.